ഹലോ ഗൈസ്. അപ്പോൾ നമുക്ക് സർവീസ് ചെയ്യാൻ കിട്ടിയേക്കുന്ന ഐഫോൺ 50 പ്രോ മാക്സ് ആണ്. ഇത് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് ഡെഡ് ആയതാണ്. അതായത് ഫോൺ വർക്ക് ആകുന്നില്ല. അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിവൈസ് ആയിരുന്നു. സോ പെട്ടെന്ന് എന്താണ് ഒരു സാഹചര്യത്തിൽ ഫോൺ ഓഫ് ആയിപ്പോയി. സോ നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ടും കാര്യങ്ങളാക്കിയിട്ടൊന്നും നോർമൽ ചെക്ക് ചെയ്തൊന്നും കാര്യങ്ങൾ എന്താണ് ഡിറ്റക്റ്റ് ആവുന്നൊന്നുമില്ല. സോ നമ്മൾ നോർമലി ചാർജർ കണക്ട് ചെയ്ത് നോക്കി ചാർജിങ് എടുക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ചാർജിങ് ആംബിയർ ചെക്ക് ചെയ്ത് നോക്കി ചാർജിങ് ആംബിയറും ഒന്നുമില്ല, സീറോ ആണ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന DC പവർ സപ്ലൈ തന്നെ എന്താണ് നമുക്ക് ചാർജിങ് ആംബിയർ അതേപോലെ ഇതെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചാർജിങ് ആംബിയർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ചാർജിങ് ആംബിയറും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, സീറോ ആണ് കാണിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ചാർജിങ് ആംബിയർ കാണിക്കും, നോർമലി കാണിക്കുന്ന പോലെ തന്നെ സീറോ ആണ് കാണിക്കുന്നത്, ഒന്നും ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് എന്താണ് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് കണ്ടീഷൻ എന്നുള്ളത്. സോ ഫസ്റ്റ് ഇങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുക, അതേപോലെ ഇതിൻ്റെ ചാർജിങ് ഫ്ലക്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കുക. കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ വേറെ എവിടെയും ഫോൺ കൊടുത്ത് സർവീസ് ചെയ്തിട്ടില്ല, ഫ്രഷ് മദർ ബോർഡാണ്, അതായത് അൺടച്ച്ഡ് മദർ ബോർഡാണ്. ഇതിന് മുന്നേ വേറെ ആരും ബോർഡ് സർവീസ് ചെയ്ത് കൊളാക്കിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഫ്രഷ് ആണ്. പ്രോബ്ലം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്താണ് പുതിയൊരു ബാറ്ററി ഇട്ട് ചെക്ക് ചെയ്ത് നോക്കി. ആസ്ട്രോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബാറ്ററിയാണ്. ജസ്റ്റ് നമുക്കൊരു ബാറ്ററി ആണോ കംപ്ലയിൻറ്റ് എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പുതിയ ബാറ്ററി ഇട്ട് ഫോൺ ബൂട്ടാക്കി നോക്കി, ബൂട്ട് ആകുന്നതോ ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ ബാറ്ററിയിൽ ഫോൺ ബൂട്ട് ആകുന്നുണ്ട്, ജസ്റ്റ് ആപ്പിൾ ലോഗോ വന്നിട്ടുണ്ട്. സോ എന്താണ് ഫുൾ ഓൺ ആകുന്നുണ്ടോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബൂട്ട് ലൂപ്പ് ആണോ, ലോഗോ റീസ്റ്റാർട്ട് ആണോ കാര്യങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ ബാറ്ററിയിൽ ഫോൺ ഫുള്ള് വർക്ക് ആകുന്നുണ്ട്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ജസ്റ്റ് എന്താണ് നമുക്ക് ഇനി ചാർജിങ് എടുക്കണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ചാർജിങ്ങിൻ്റെ സിമ്പിൾ നമുക്ക് ഫോണിൽ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് നമ്മുടെ ഈ ആംബിയർ മീറ്ററിൽ, അതായത് ചാർജിങ് ആംബിയർ നമുക്ക് എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഇത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. നമ്മളത് ജസ്റ്റ് നേരത്തെ കണക്ട് ചെയ്ത അതേ സെയിം ചാർജർ തന്നെയാണ്, നേരത്തെ അതേ സെയിം സ്പോട്ടിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അവിടെ ആംബിയർ എടുക്കുന്നില്ല. അതായത് ഫോണിൽ എന്താണ് നമുക്ക് ഈ ചാർജിങ് സിമ്പിൾ ഉണ്ട്, ജസ്റ്റ് ഇത് കണ്ടാൽ മനസ്സിലാവും. അതായത് ഫോണിൽ നമുക്ക് എന്താണ് ഇപ്പോഴും ചാർജിങ്ങിൻ്റെ സിമ്പിൾ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പോർഷനിൽ നമുക്ക് എന്താണ് ചാർജിങ് ആംബിയർ നമുക്ക് സീറോ ആണ്. പക്ഷേ ഫോണിൽ നമ്മൾ ചാർജർ റിമൂവ് ചെയ്ത് കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് ചാർജ് ഡിറ്റക്ട് ചെയ്യുന്നത്, അതായത് ചാർജിങ്ങിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഇതേപോലത്തെ ഒരു കംപ്ലയിൻറ്റ് എനിക്ക് ഇതിൻ്റെ മുന്നേയും കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഏകദേശം കംപ്ലയിൻറ്റ് എന്തായാലും നമുക്കറിയാം. അപ്പോൾ എന്താണ് അതിൻ്റെ ബാക്കി സർവീസ് ചെയ്താൽ മതി. സോ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ കസ്റ്റമർ നമുക്ക് എന്താണ് ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. അതായത് അവർ ചാർജിങ് ഇട്ട സമയത്താണ് ഫോൺ ഓഫ് ആയത്. അപ്പോൾ അത്യാവശ്യം ടെക്നീഷ്യന്മാർക്ക് കാര്യങ്ങൾ എന്താണ് കംപ്ലയിൻറ്റ് എന്നുള്ളത് കത്തിയിട്ടുണ്ടാവും. സോ എന്താണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്താണ് കംപ്ലയിൻറ്റ് കാണിച്ചു തരാം. ബാറ്ററിയിൽ ബൂട്ട് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള, അതായത് ബൂട്ട് കേബിൾ വെച്ചിട്ട് ഡി സിന്ന് ബോർഡ് ബൂട്ട് ആക്കുന്നുണ്ടോ, ഡി സിന്ന് ഡയറക്റ്റ് ബോർഡ് ബൂട്ട് ആകുന്നുണ്ടോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് ലീക്കേജ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, ബോർഡ് കണ്ടീഷൻ നോർമലാണ് കാണിക്കുന്നത്. സോ നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് ബൂട്ടാക്കി നോക്കാം ഫോൺ ബൂട്ട് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഫോൺ പുതിയ ബാറ്ററിയിൽ ബൂട്ട് ആകുന്നുണ്ട്, പക്ഷേ ഇതിന്ന് ഡി സിന്ന് ഡയറക്റ്റ് ബൂട്ട് ആകുന്നുള്ള ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ആ ലൈന് മൂവ് ആകുന്നത്. ഓക്കെ, പവർ ബട്ടൺ ട്രിഗർ ചെയ്യുന്ന സമയത്ത് ബൂട്ടിങ് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിലേക്കാണ് വരുന്നത്. സാധാരണ നമ്മൾ നോർമലി ഡി സിന്ന് ബൂട്ട് ചെയ്യുന്ന സമയത്ത് ഫോൺ ഫുള്ളായിട്ട് ബൂട്ട് ആവാറാണ് പതിവ്. സോ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്താണ് ബാറ്ററി ചാർജിങ് ഇല്ല എന്നുള്ളൊരു കണ്ടീഷനാണ് കാണിക്കുന്നത്.
അപ്പോൾ നമ്മളിതിൻ്റെ മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് മദർ ബോർഡ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ പ്രോപ്പറാണ്, അതായത് സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നും റിമൂവ് ആക്കിയിട്ടില്ല. സോ ഇങ്ങനത്തെ കസ്റ്റമർ നമുക്കൊരു ഹിൻറ്റ് തന്നിരുന്നു നേരത്തെ, അതായത് ചാർജിങ് സമയത്താണ് ഫോൺ ഓഫ് ആയത് എന്നുള്ളത്. സോ ഇതിൻ്റെ മെയിനായിട്ട് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉള്ളത് ചാർജിങ് സെക്ഷനിലാണ്. സോ ചാർജിങ്ങിൽ നമുക്ക് എന്താണ് മെയിനായിട്ട് 2 IC വരുന്നുണ്ട്. ഒന്നെന്താണ് ആ ടെയിൽ പോലുള്ളൊരു ഭാഗമുണ്ട്, ഈ ഭാഗത്താണ് ഇതിൻ്റെ മെയിൻ 2 ചാർജിങ് ICകൾ വരുന്നത്. അതായത് ഇതിൽ 2 ചാർജിങ് IC ഉണ്ട്, ഒന്ന് മുകളിലും ഒന്ന് ഇതിൻ്റെ എന്താണ് ബോർഡിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമുക്ക് ഈ പുറത്ത് ആക്സസ് ആയിട്ടുള്ള ബോർഡ് സെപ്പറേറ്റ് ചെയ്യാണ്ട് നമുക്ക് ആക്സസ് ആയിട്ടുള്ള ഈ ചാർജിങ് IC നമുക്ക് ഫസ്റ്റ് എന്താണെന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. സോ ഇതിൻ്റെ ഈ ഒരു ടൈലിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, രണ്ടാമത്തെ IC അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നുണ്ട്. ഫസ്റ്റ് എന്താണ് ഈ ഒരു ഷീൽഡ് റിമൂവ് ചെയ്തിട്ട് നമുക്കിവിടെ ഫസ്റ്റ് ആക്സസ് ആയിട്ടുള്ള, അതായത് മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്യാണ്ട് നമുക്ക് ആക്സസ് ആയിട്ടുള്ള ഈ ഒരു IC നമുക്ക് ഫസ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കാം. ഈ ഒരു ഷീൽഡ് റിമൂവ് ചെയ്യാൻ സിമ്പിൾ മെത്തേഡാണ്. അതായത് നമുക്കെന്താണ്, അതായത് അധികം ടൈമോ കാര്യങ്ങളൊന്നും എടുക്കില്ല. ഇതേപോലത്തെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കട്ടിംഗ് പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ റിമൂവ് ചെയ്യുന്ന മെത്തേഡിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എന്താണ് ജസ്റ്റ് യൂട്യൂബിലും അതേപോലെയൊക്കെ ഷോർട്സ് വീഡിയോ ആയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഈ ഒരു മെത്തേഡിൽ നമുക്ക് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പൗണ്ട്സിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് പറ്റില്ല. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം, നമ്മളെന്താണ് ഇതിൻ്റെ തൊട്ടടുത്ത് വേറെ കമ്പൗണ്ട്സോ ഐസികളോ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം മാത്രം നമ്മളെന്താണ് ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും ഇതേപോലെ ക്ലിപ്പ് ചെയ്തിട്ട് ഒരു സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ ഷീൽഡ് സിമ്പിളായിട്ട് റിമൂവ് ആയിട്ട് കിട്ടും. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് അധികം ടൈം എടുക്കില്ല, ഹീറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഇതേപോലെ ഷീൽഡ് റിമൂവ് എടുക്കാൻ പറ്റും. ബോർഡിലോ കാര്യങ്ങൾക്കൊന്നും പ്രിൻ്റ് മിസ്സാകുക, കമ്പൗണ്ട്സ് ഡാമേജ് പറ്റിയ കാര്യങ്ങളൊന്നും ചെയ്യില്ല. സോ നമുക്ക് എന്താണ് ഈ ഒരു ICയാണ് നമുക്ക് റിമൂവ് ചെയ്ത് നോക്കേണ്ടത്. റിമൂവ് ചെയ്യല്ല, റീപ്ലേസ് ചെയ്യാം. സോ ഈ ഒരു IC ചാർജിങ്ങിൻ്റെ മെയിൻ ICയാണ് വരുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു IC കൂടി വരുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ഇതിൻ്റെ ഈ ഒരു IC നമുക്ക് എന്താണ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പുതിയ IC ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഇത് ലെയറിങ് വരുന്നതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഈ ലെയറിലേക്ക് ഹീറ്റ് അപ്ലൈ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹീറ്റിംഗ് ടാപ്പ് വെച്ചിട്ട് ജസ്റ്റ് നല്ല രീതിയിൽ കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാത്രം ഈ IC റിമൂവ് ചെയ്യുക. ഇല്ല എന്നാണെങ്കിൽ നമ്മൾ രണ്ടാമത് ഈ IC കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമ്മൾ രണ്ടാമതും റീലെയർ ചെയ്യേണ്ട ആവശ്യം വരും. IC റിമൂവ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് ക്ലിപ്പ് ചെയ്തെടുക്കുക, ജസ്റ്റ് ഒന്ന് തട്ടിയെടുക്കുക എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ചാർജിങ് ഐ സി റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അവിടെ കാണുന്നത് ഈ ഒരു ട്യൂസിലുള്ള ഐ സിയാണ് നമ്മളിപ്പോൾ റിമൂവ് ചെയ്ത ഐ സി. സോ ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഐ സിയാണ് നമ്മളെന്താണ് വേറെ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് പുതിയ ഐ സി. അതായത് നമുക്കെന്താണ് മദർ ബോർഡ് ക്ലൗഡ് ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഐ സി. സോ ഈ രണ്ട് ഐ സിയും തമ്മിൽ മാറിപ്പോകരുത്.
ഗ്ലാസ് എ സി ആയതുകൊണ്ട് എന്താണ് നമുക്കിത് അയണോട് ജസ്റ്റ് ഒന്ന് എല്ലാ ബോളും ലെവൽ ചെയ്തെടുത്താൽ മതി, വിക്കറ്റ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റീബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കോമൺ ആയിട്ടുള്ള, അതായത് കോമൺ സെൻസിലല്ല, നോർമൽ ഏതെല്ലാ ബോളിൻ്റെയും സെൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ കറക്റ്റ് സെൻസാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഒരുപാട് ടെക്നീഷ്യന്മാർ മെസ്സേജ് ഉണ്ടായിരുന്നു കോമൺ സെൻസറിൽ റീബോൾ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സോ ഇത് കോമൺ സെൻസിലാണ് ഈ ഐസ് റീബോൾ ചെയ്യുന്നത് നമ്മുടെ ഗ്ലാസ് മെത്തേഡിൽ.
ഐ സി റിമൂവ് ചെയ്യാനും ഫിക്സ് ചെയ്യാനും വേണ്ടിയിട്ട് 360 ഹീറ്റും 60 എയറും യൂസ് ചെയ്താൽ മതി. ഐ സി ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇനി എന്താണ് ജസ്റ്റ് ബോർഡിൻ്റെ കണ്ടീഷൻ നോർമലാണോ അതോ ഷോർട്ട് ആയിട്ടുണ്ടോ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഡി സിയിൽ കണക്ട് ചെയ്തിട്ട് ഡി സിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്കത് ഷോർട്ട് കാണിക്കുന്നില്ല, ബോർഡ് നോർമലാണ് കാണിക്കുന്നത്. ബോർഡ് മദർ ബോർഡ് ഫോണിൽ ഫിക്സ് ചെയ്ത് ചാർജിങ് ചെക്ക് ചെയ്യുന്ന സമയത്ത് സെയിം കണ്ടീഷനാണ് കാണിക്കുന്നത്. അതായത് ചാർജിങ് ആംബിയർ എടുക്കുന്നില്ല. അത് ഡി സിയിലേക്ക് കാണിക്കുന്ന ആ പോർഷന് എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ജസ്റ്റ് എന്താണ് അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിൽ കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലാം ട്രൈ നോക്കുന്നുണ്ട്. ചാർജിങ് ഫ്ലക്സ് പ്രസ് ചെയ്ത് നോക്കി, ബാറ്ററി പ്രസ് ചെയ്ത് നോക്കി, തിരിച്ചും മറിച്ചും എല്ലാം കുത്തി നോക്കി. സെയിം കണ്ടീഷനാണ് കാണിക്കുന്നത്. നമുക്ക് നേരത്തെ ഏതാണോ കണ്ടീഷന് അതേ സെയിം കണ്ടീഷനാണ് ഇവിടെയും കാണിക്കുന്നത്. സോ നമുക്കെന്താണ് അപ്പോൾ ഇതിൻ്റെ ആ തൊട്ട ഉള്ളിലുള്ള ഐസിയും കൂടി റിമൂവ് ചെയ്ത് നോക്കാം. ഇതാണ് നേരത്തെ പറഞ്ഞ ഐസി, അതായത് ചാർജിങ്ങിൻ്റെ സെക്കൻഡ് ഐസി. സോ ഈ ഒരു ഐസിയും കൂടി നമുക്ക് റിമൂവ് ചെയ്തിട്ട് എന്താണ് ഇതാണോ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ റിമൂവ് ചെയ്തിട്ട് വേറെ റീപ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ പഴയ ഐ സി മാറ്റിയിട്ട് പുതിയ ഐ സി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഐ സി നേരത്തെ സെയിം ചെയ്ത അതേ മെത്തേഡിലായതുകൊണ്ട് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് എന്താണ് ആ പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എന്താണ് ഇപ്പോൾ പുതിയ ചാർജിങ് ഐ സി ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് ഇനി ബോർഡിൻ്റെ കണ്ടീഷൻ എന്താണ്, ചാർജിങ് എടുക്കുന്നുണ്ടോ, ആ കാര്യങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിനി ബോർഡ് ലെയർ ചെയ്യേണ്ട, അതായത് ലെയർ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മദർ ബോർഡിൽ ഫിക്സ് ചെയ്യേണ്ട. ഇതേപോലെ ചാർജിങ് ഫ്ലെക്സ് പുതിയത് എടുക്കുക. അതേപോലെ ചാർജിങ് ഫ്ലെക്സും കണക്ട് ചെയ്യുക. ജസ്റ്റ് എന്താണ് ഒരു ബാറ്ററിയും ടെമ്പററി ഒരു ബാറ്ററിയും ഒരു ചാർജിങ് ഫ്ലെക്സും കണക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണ് മദർ ബോർഡിൽ ഇതൊരു മെയിൻ ബോർഡിൽ മാത്രമാണ് ഇതിൻ്റെ ടോട്ടൽ കണക്ഷൻസ് ഉള്ളത്. ഈ ഒരു കണ്ടീഷനിൽ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോണിൽ ഫിക്സ് ചെയ്യാണ്ട് ചാർജിങ് എടുക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്കെന്ന് വെച്ചാൽ ജസ്റ്റ് ചാർജിങ്ങിൻ്റെ കേബിൾ ചെക്ക് ചെയ്ത് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്യുന്ന സമയത്ത് ഡി സിയിൽ ആംബിയർ എടുക്കുന്നുണ്ട്. സോ കംപ്ലയിൻറ്റ് അവൻ തന്നെയാണ്, അതായത് ആ സെക്കൻഡ് ചാർജിങ് ഐ സിയാണ് കംപ്ലയിൻ്റ് ഉള്ളത്. സോ നമ്മളത് റീപ്ലേസ് ചെയ്തപ്പോൾ സാധനം ഓക്കെ ആയിട്ടുണ്ട്. സോ എന്താണെന്ന് വെച്ചാൽ ഡി സിയിലുള്ള റീഡിങ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 1 പോയിൻറ്റ് ചാർജിങ് ആംബിയർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐ സി കംപ്ലയിൻറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ചാർജിങ്ങിൻ്റെ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചാർജിങ് ആംബിയർ എടുക്കുന്നുണ്ട്, ചാർജിങ് ഡിറ്റക്ട് ആവുന്നുണ്ട് മദർ ബോർഡിൽ. സോ നമുക്കിനി എന്ത് ചെയ്യാം, ഇവനെ ജസ്റ്റ് ഒന്ന് റീപാക്ക് ചെയ്തിട്ട്, അതായത് ലെയറെല്ലാം റീബോർഡ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം.
രണ്ട് ബോർഡിലെയും ലെയർ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. സോ നമുക്കിനി എന്താണ് ഇത് റീബോൾ എന്നിട്ട് വീഡിയോ കാണിച്ചു തരാം. കാരണം ക്ലീനിങ് എല്ലാം നോർമലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വിക്കറ്റ് വൈപ്പ് ചെയ്താൽ മതി. ഇത് വിക്കറ്റ് വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ജസ്റ്റ് ബോർഡ് ഇങ്ങനെ വെച്ച് നോക്കുക, എല്ലാ പോർഷനും കറക്റ്റായിട്ട് പ്ലേസ് ആകുന്നുണ്ടോ, എവിടെയെങ്കിലും ബെൻഡ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ബെൻഡ് ഉണ്ടെങ്കിൽ എന്താണ് ആ ബെൻഡ് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്തെടുത്താൽ നമുക്ക് അവിടെ നിവർന്ന് കിട്ടും. സോ നമുക്ക് എന്താണ് ഇതിൻ്റെ കറക്റ്റ് നമുക്കിതിൻ്റെ സ്റ്റെൻസിൽ വേണം. ലെയർ റീബോൾ ചെയ്യേണ്ടത് നമുക്ക് പ്രോപ്പർ സ്റ്റെൻസിൽ വേണം. അതില്ലാതെ നമുക്ക് ഒരിക്കലും എന്താണ് അത് റീബോളിങ് പ്രോപ്പർ ആകില്ല. അല്ലെങ്കിൽ എന്താ നമുക്ക് വേറെ ഓപ്ഷൻ ഉള്ളത് പറഞ്ഞാൽ നമ്മൾ ഈ ലാപ്പിൻ്റെ CPU പ്രോസസ്സൊക്കെ റീബോൾ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് എന്താണ് ഓരോ ബോൾസ് എടുത്തെടുത്ത് വെച്ചിട്ട് ആ മെത്തേഡ് ചെയ്യേണ്ടി വരും. അതിനേക്കാൾ നല്ല ഈ സാധനം പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. അധികം റേറ്റും ഇല്ല ഈ സാധനത്തിന്. സ്റ്റെൻസിലിനും ഈ ഒരു ലെയറിനകത്ത് നമുക്ക് അധികം റേറ്റ് വരുന്നില്ല. നമ്മൾ PPD ആഡ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കരുത്. അതേപോലെ ഇതിൻ്റെ ഈ സിം ടേഡ് വരുന്ന ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക വേണം. അതിൻ്റെ ഗ്യാപ്പിലേക്ക് ലെഡ് എങ്ങനെയായാലും ഇറങ്ങും. ഇറങ്ങുന്ന ലെഡ് നമ്മൾ നോർമലി ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതേപോലെ PPD നമ്മൾ 130 ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് മാൻഡിൻ്റെ ബ്രാൻഡാണ്. മാൻഡിൻ്റെ ബ്രാൻഡിലുള്ള 130 ഇതിൽ യൂസ് ചെയ്യുന്നത്. PPD ആഡ് ചെയ്തതിന് ശേഷം എന്താണ് നമ്മൾ ഒരിക്കലും സ്റ്റെൻസിൽ വെച്ച് നമ്മൾ ഹീറ്റ് അടിക്കരുത്. ഇതേപോലെ ടിന്നർ ക്ലോത്തിലാക്കിയിട്ട് ജസ്റ്റ് എന്താണെന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാ ഭാഗത്തും ജസ്റ്റ് നോർമലി വൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ സ്റ്റെൻസിൽ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു പൊടി പോലും സ്റ്റെൻസിലിൽ നമുക്ക് എന്താണ് PPD ഉണ്ടാവില്ല. എല്ലാം കറക്റ്റ് ബോർഡിൽ തന്നെ ഇരിക്കും. ജസ്റ്റ് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോയിൽ വേറെ ഉടായിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡയറക്റ്റ് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. സോ നിങ്ങൾക്ക് തന്നെ ട്രസ്റ്റ് ചെയ്യാം. ഒരു പൊടി പോലും സ്റ്റെൻസിലിൽ PPD ഇല്ല. എല്ലാ PPDയും ബോർഡിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്താണ് കറക്റ്റ് പ്രോപ്പറായിട്ട് സ്റ്റെൻസിലിലേക്ക് PPD ഇല്ലാണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഈ സിംടേൻ്റെ സൈഡിൽ ഇപ്പോൾ PPD ഇരുന്നിട്ടുണ്ട്. സോ അത് നമ്മൾ അതായത് ഹീറ്റ് അടിക്കുന്നതിന് മുന്നായിട്ട് ആ PPD നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അല്ല എന്നാണെങ്കിൽ അത് അവിടെ ഒരു ബോളായിട്ട് എന്താണ് നമ്മുടെ കണക്ഷനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്.
ഹീറ്റ് അടിച്ച് എല്ലാം കറക്റ്റ് ബോൾ ആയതിനു ശേഷം എന്താണ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ബോളിൽ ടച്ച് ചെയ്യാണ്ട് മുകളിൽ ചെറിയ രീതിയിൽ ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് എന്താണ് ഈ ഒരു ഫ്ലെക്സ് ആഡ് ചെയ്തിട്ട് രണ്ടാമതും കുറച്ച് ജസ്റ്റ് ഒന്ന് ഹീറ്റ് അടിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ ബോർഡ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് എക്സ്ട്രാ ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല.
ബോർഡ് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ചെറിയൊരു വെയിറ്റ് വെച്ചെടുക്കാം. കാരണം എന്താണ് അത് ബെസ്റ്റ് ഒന്ന് നമുക്കൊരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബോർഡ് എല്ലാം പ്രോപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്, റിമൂവ് ആയി പോരുന്നില്ല എന്നുള്ളൊരു ക്ലാരിഫൈക്ക് വേണ്ടി ജസ്റ്റ് ഒരു ചെറിയൊരു വെയിറ്റ് ഇതേപോലെ. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം പ്രോപ്പർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മദർ ബോർഡെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. സ്ക്രൂവും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അതിന് മുന്നേ ജസ്റ്റ് എന്താണ് സിം അതുപോലെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടീഷനിൽ പാക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് ചാർജിങ് പ്രോപ്പർ ആണോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്ത് നോക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടീഷനിൽ ചെക്ക് ചെയ്ത് പാക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ബോർഡ് പ്രോപ്പറായിട്ട് ചാർജിങ് എടുക്കുന്നുണ്ട്. അതായത് ഈ നേരത്തെ നമ്മൾ ഫസ്റ്റ് ചാർജർ കണക്ട് ചെയ്തപ്പോൾ എന്താണ് ഈ ചാർജിങ്ങിൻ്റെ സിമ്പിളൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പോൾ ചാർജിങ് പ്രോപ്പറാണ്, അതുകൊണ്ട് എന്താണ് ബാറ്ററി സിമ്പിൾ കാണിക്കുന്നുണ്ട്, ചാർജിങ് ആമ്പ് എടുക്കുന്നുണ്ട്, DC-യിലും അതേപോലെ കാര്യങ്ങൾ എന്താണ് ചാർജിങ് ആമ്പയറൊക്കെ പ്രോപ്പറായിട്ട് ഡിറ്റക്റ്റ് ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കുറച്ച് വീഡിയോസ് വേണം എന്നാണെങ്കിൽ അതും കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്ന ടെക്നീഷ്യന്മാർ അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എന്താണ് വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ.